ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് കക്കിരി വെച്ചിട്ടാണ് ചെയ്യുക. കക്കിരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവില്ല, കുക്കുംബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്താ പറയുക, ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് കൊടുക്കുന്ന ഒന്നാണ് കുക്കുംബർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള കുക്കുംബർ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാലഡ് കുക്കുംബർ ഉണ്ടെങ്കിൽ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാം. ചെറിയ കുക്കുംബർ ഉണ്ടല്ലോ, അതാണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 പുതിന ഇല ചേർത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നാരങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് വേണം നാരങ്ങ എടുക്കാൻ. ഞാനിവിടെ ഏകദേശം ഒരു 1.5 നാരങ്ങ എടുക്കുന്നുണ്ട്. കാരണം പുളി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നാരങ്ങ വെള്ളത്തിൻ്റെ ആ ഒരു പുളി തന്നെയാണ് നമുക്ക് ഇതിൽക്കും വേണ്ടത്. അപ്പോൾ നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് പഞ്ചസാര ചേർക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ തേന് ചേർത്ത് കൊടുക്കാം, കുറച്ചുകൂടെ ഹെൽത്തി ആവാനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തത്, അത് ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പുളിയും മധുരവും ഒക്കെ നിങ്ങളുടെ ആ ഒരു കണക്കിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചും അത് അഡ്ജസ്റ്റ് ചെയ്യണം, അത് വിട്ടു പോരുത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടൊന്നും അടിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി അടിയാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറേ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് നന്നായിട്ട് അടിയാത്തത്. അപ്പോൾ ഒന്നും കൂടി ഞാനിത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്, കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ കുക്കുംബർ വെച്ചാൽ ഒരു മീഡിയം സൈസുള്ള കുക്കുംബർ വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം 4 ഗ്ലാസ് ഒക്കെ ജ്യൂസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കാരണം ഒരുപാട് കുക്കുംബറിൻ്റെ ടേസ്റ്റ് വരേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഒരു കുക്കുംബർ വെച്ച് 4 ഗ്ലാസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള, എന്താ പറയുക, നോമ്പ് തുറക്കുമ്പോഴൊക്കെ വലിയ കുടിക്കാൻ കുഴപ്പമില്ലാത്തൊരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓള് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.